ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു അവിയൽ ഉണ്ടാക്കിയെടുത്താലോ. അപ്പം നമ്മുടെ അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് എല്ലാവരും ഓർത്തേക്കണേ. അപ്പം നമ്മുടെ അവിയൽ വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചക്കക്കുരുവും ചേനയും, ഞാൻ ചക്കക്കുരുവും കൂടി ഇട്ടിട്ടാണ് അവിയൽ വെക്കുന്നത്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് പാകത്തിന് വെള്ളം, അതായത് ആ ചക്കക്കുരുവും ചേനയും ഒന്ന് ചെറുതായിട്ട് വെന്ത് വരാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ ഒരു ചേന പകുതി വേഗമാകുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ചേനയും ചക്കക്കുരും പകുതി വേഗമായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പച്ചക്കറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കായുണ്ട്, പിന്നെ വഴുതനങ്ങയുണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ക്യാരറ്റുണ്ട്, മുരിങ്ങക്കായുണ്ട്, ഒരു കഷ്ണം വെള്ളരിക്കയുടെ കഷ്ണങ്ങളുണ്ട്, പിന്നെ കുറച്ച് ബീൻസുണ്ട്, പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകും കരിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇനി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ച് ഈ കഷ്ണങ്ങളെയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഇവിടെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണവേ. അപ്പം ഞാനൊരു അരമുറി തേങ്ങയുടെ കൂട്ടത്തിൽ ഒരു 3-4 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ജീരകവും കൂടെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി അരപ്പൊക്കെ ഒന്ന് വെന്ത് ആ കഷ്ണങ്ങളോടൊന്ന് യോജിക്കുന്നത് വരെ ഒന്ന് റെഡിയാക്കി എടുക്കാവേ. ഇപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണവും അരപ്പും എല്ലാം കൊണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പുളിക്ക് വേണ്ടി കുറച്ച് തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തൈരിനെയും കൂടി ഒന്ന് നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമ്മുടെ തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഈ സമയത്ത്. ഇപ്പോൾ നല്ല സെറ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ചും കൂടെ കരിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി അവിയൽ ഇവിടെ സെറ്റാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവിയൽ ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് പറയണം കേട്ടോ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.